കരയാക്രമണം വിപുലപ്പെടുത്തി ഗാസ മുഴുവൻ പിടിച്ചെടുത്ത് അനിശ്ചിതകാലത്തേക്ക് അധിനിവേശം തുടരാൻ ഇസ്രായേൽ തീരുമാനിച്ചതായ റിപ്പോർട്ട്. വെടിനിർത്തലിനും ബന്ദിമോചനത്തിനും ഹമാസ് ഭീകരർക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഉദ്ദേശിച്ചാണ് നടപടി. കരയാക്രമണം വിപുലപ്പെടുത്താനായി 10,000-കണക്കിന് റിസർവ് സൈനികരെ തിരിച്ചു വിളിച്ചതായി ഇസ്രായേലി സൈനിക മേധാവി ഇയാൽ സമീർ ഞായറാഴ്ച അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗം പദ്ധതിക്ക് അംഗീകാരം നൽകി. നിലവിൽ ഗാസയുടെ പകുതിയോളം പ്രദേശം ഇസ്രായേലി സേനയുടെ നിയന്ത്രണത്തിലാണ്. ഇനി പോരാട്ടം നടക്കുന്ന മേഖലകൾ പിടിച്ചെടുത്ത് അവിടെ നിലയുറപ്പിക്കാനാണ് തീരുമാനം. ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ അല്ലെങ്കിൽ ഹമാസ് ആയുധം താഴെ വെച്ച് ഗാസ വിടാമെന്ന് സമ്മതിക്കുന്നതുവരെ ഇസ്രായേലി സേന അധിനിവേശം തുടരും. ഗാസ മുഴുവൻ നിയന്ത്രണത്തിലാക്കാൻ മാസങ്ങളെടുക്കുമെന്ന് ഇസ്രായേലി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതേസമയം വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള വാതിൽ ഇസ്രായേൽ അടച്ചിട്ടില്ലെന്ന് ക്യാബിനറ്റ് മന്ത്രി സ്റ്റീവ് എൽക്കിൻ വ്യക്തമാക്കി. വിശ്വസ്ത മിത്രമായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തയാഴ്ച ഇസ്രായേൽ സന്ദർശിക്കാനിരിക്കെയാണ് പുതിയ നീക്കങ്ങൾ. സൈനിക നടപടി വിപുലപ്പെടുത്തുന്നത് ഗാസ ജനതയുടെ നരകയാതന വർദ്ധിപ്പിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. 2023 ഒക്ടോബർ 7 ഭീകരാക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ 52,000 ഫലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്.